ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏജസ് വെൽ ഫോർ എന്റർടൈൻമെന്റ്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ യൂസ് ചെയ്യണ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പൊതുവെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ സ്കിൻ കെയറും ഈ ബ്യൂട്ടി പ്രൊഡക്ട്സും ഒക്കെ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ ഒരു സംഭവമാണ്. ഇപ്പൊ ചിലര് മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലിപ് ബാം ഉപയോഗിക്കുമ്പോ ഒക്കെ ആൾക്കാർ പറയും, എന്തൊക്കെ സാധനങ്ങളാണ് വാരി തേക്കുന്നത്, ഇതൊക്കെ എന്തിനാണ്, വെളുക്കാനാണോ എന്നൊക്കെ ചോദിക്കണ പലരെയും നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ചോദിക്കണ കേട്ടോ, ഇതിപ്പോ എന്തിനാ വെളുക്കാനാണോ, ഇതൊക്കെ ഇതിനെ വാരി തേക്കണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് അതല്ലെങ്കിൽ ബ്യൂട്ടി എൻഹാൻസിങ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നതും സ്കിൻ കെയർ എന്ന് പറയുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്റെ സ്കിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. ഇത് മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിപ് ബാം ഇല്ലെങ്കിലൊക്കെ എനിക്ക് നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് ആൾക്കാർ കാണുന്നത് മാത്രമല്ല, നമുക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇപ്പോ നല്ല കാറ്റുകാലം വരുമ്പോ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃശ്ചികക്കാറ്റ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വീശും. ഇപ്പോഴും നിങ്ങൾക്ക് കാറ്റിന്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും. ഞാൻ പുറത്തായിരിക്കുന്നത്. അപ്പൊ ഭയങ്കര കാറ്റാണ് ഇവിടെ. ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ അത്രയ്ക്കങ്ങ് കാറ്റില്ല. അപ്പൊ ഈ കാറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ ഇങ്ങനെ വലിയിക്കുന്ന, ഈ മുഖത്തൊക്കെ ഇങ്ങനെ പാച്ചസ് പോലത്തെ സംഭവങ്ങൾ വരും. അപ്പൊ അത്രയും ഡ്രൈ സ്കിന്നാണ് എന്റെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മര്യാദയ്ക്ക് നോക്കിയില്ലേ നമുക്ക് ചൊറിച്ചില് വരാം, ഭയങ്കര അസ്വസ്ഥതകൾ വരാം. പിന്നെ പുറമേ നിന്ന് ഒരാൾ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വൈറ്റ് പാച്ചസ് പോലെ വരാം. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് മറ്റൊരാളുടെ മുമ്പിൽ നമ്മളൊരു പ്രസന്റബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്ക് ശരീരത്തില് തൊലിയിലുണ്ടാകുന്ന ചൊറിച്ചിലും അതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ വേറെ. അപ്പം അതിനെ കെയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് സ്കിൻ കെയർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ പ്രൊഡക്ട്സിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് തന്നെയാണ് നമ്മുടെ പുറമേക്ക് നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം ശരിയാവണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ സ്കിൻ കെയറിനെ വളരെയധികം അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, സ്കിന്നിന് മാത്രമല്ല ഹെയറിനെ. അപ്പം അത് കൂടാതെ ഞാൻ എന്റെ സ്കിന്നിനെ ഒന്ന് കുഴപ്പമില്ലാതെ ഇങ്ങനെ തട്ടിക്കൂട്ടി കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പൊ ചെറുതിലൊക്കെ നമ്മുടെ കാലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട്, സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞ ഒരു ടിപ്പാണ്. അപ്പം സ്കിൻ ഡ്രൈ ആയത് ശരിക്കും സ്കിന്നിൽ നോക്കിയാൽ തന്നെ കാണാം, അങ്ങനെ മുരിയെന്നൊക്കെ പറയും. അപ്പൊ അതിന് വേണ്ടി പറഞ്ഞെന്തായിരുന്നു, ഇത് നമ്മുടെ റോസ് വാട്ടർ ആണ്, ഇത് ഗ്ലിസറിൻ. ഇത് രണ്ടും ഈക്വൽ അളവിൽ മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്തിട്ട് കുളി കഴിയുമ്പോൾ, നമ്മൾ തോർത്തി കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ കുറച്ചൊരു ഈർപ്പുണ്ടാവും. ആ ഈർപ്പത്തോട് കൂടിയിട്ട് നമ്മുടെ ബോഡിയിൽ പുരട്ടി കൊടുക്കുക. അപ്പം അതിനുശേഷം അങ്ങനെ കയ്യിൽ എനിക്ക് അത്ര ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, കാലിലൊക്കെ മുരി ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് നാള് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിനു ശേഷം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള പോലെയായി. അത് അത്യാവശ്യം മാറിപ്പോയി. അപ്പൊ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ. ഈ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിട്ട് ഈ മുരിയൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കുളി കഴിഞ്ഞാൽ ഈ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടിലാക്കി വെക്കുക. രണ്ടും കൂടി ഈക്വൽ അളവിലെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടിലാക്കി വെക്കുക. അത് കുളി കഴിഞ്ഞ ഉടനെ പറ്റുകയാണെങ്കിൽ 2 നേരം പുരട്ടുക അല്ലെങ്കിൽ 1 നേരം പുരട്ടുക. അങ്ങനെ യൂസ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഞാൻ കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതാണ് ഡ്രൈ സ്കിന്നിന് പറ്റിയ ഫസ്റ്റ് ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഒരു ടോണർ പോലെയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ടോണറോ മോയ്സ്ചറൈസറൊക്കെ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഞാനിത് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ ഇത് നന്നായിട്ട് പുരട്ടും. പിന്നെ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ പുരട്ടും. മുഖത്ത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഒരു മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യും. അപ്പൊ അതിന് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ ഋതുവിന്റെ പാം ഫ്രൂട്ട് ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഇപ്പൊ തീരാറായിട്ടുണ്ട്. അപ്പൊ നമ്മളിതിലിങ്ങനെ പ്രസ് ചെയ്യാണ് ചെയ്യാം. ഇതിപ്പോ സംഭവം യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തും. മോയ്സ്ചറൈസറിന്റെ മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇത് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഈ പാം ഫ്രൂട്ട് ക്രഷ് എന്ന് പറയുന്നത്. ഇതിലിപ്പോ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. ഇതങ്ങനെ അത്ര സ്റ്റിക്കൊന്നുമല്ല. ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്മെല്ലാണ്. ഭയങ്കര ഒരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന്റെ. ഇത് അത്യാവശ്യം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ഒരു ഫ്രഷ്നെസ് തരുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത് യൂസ് ചെയ്തോണ്ടിരുന്നപ്പോ. അപ്പൊ ഇതിന്റെ ബ്രാൻഡ് കണ്ടു, ഋതു എന്നാണ്. ഞാൻ ഫേസ്ബുക്കിൽ QBJ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ് അനഘനെ. അപ്പൊ അനഘയാണ് ഈ ഋതു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സംരംഭക. ഒരുപാട് നാളുകൾ ഞാൻ ഇത് യൂസ് ചെയ്യണം. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ.
ഇവരുടെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് ജെല്ലും കൂടി ഉണ്ട്, ഹണി മോയ്സ്ചറൈസിങ് ജെൽ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയത്. അതിനുശേഷമാണ് അവര് ഈ പാം ഫ്രൂട്ട് ക്രഷ് ഇത് അവര് വിപണിയിൽ ഇറക്കിയത്. അപ്പൊ അതിനു മുൻപ് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു സംഭവമാണ്. ഇതാണെങ്കിൽ നമ്മുടെ ഹണി യൂസ് ചെയ്തുണ്ടാക്കണ ഒരു ജെൽ ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ജെൽ ടൈപ്പ് ആണെങ്കിലും ഇത് നോക്കിയാൽ അറിയാം, സ്റ്റിക്കൊന്നുമല്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോയും കൂടെ കിട്ടും. അപ്പൊ ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് മേക്കപ്പിനൊക്കെ ഒരു പ്രൈമർ ആയിട്ടും കൂടി യൂസ് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസർ ആയിട്ട് മാത്രമല്ല, പ്രൈമർ ആയിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. പിന്നെ ഇത് ഏലാദി വർണ്യ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് പുളിയമ്പറ്റ വൈദ്യശാല എന്ന് പറഞ്ഞിട്ട് ഈ ക്യൂബിജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എന്റെ അല്ല, ഇത് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അവർക്ക് ഇപ്പൊ കുറെ നാളായിട്ട് ആദ്യം മോയ്സ്ചറൈസിങ് ബട്ടർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ തന്നെ. ഇപ്പൊ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതും നല്ല ഐറ്റമാണ്. ഇതും ഒരുപാട് നാളുകളായി അവർക്കൊരു എനിക്ക് തോന്നണേ ഒരു വർഷത്തിന് മേലേക്ക് ഇത് യൂസ് ചെയ്തോണ്ടിരിക്കണം. ഒരു വർഷമൊന്നും പോരാ, അതിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആയുർവേദിക് ആയതുകൊണ്ട് തന്നെ വേറെ കെമിക്കലൊന്നും ഇല്ലാന്ന് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യണേ. അപ്പൊ മോന്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആണ്, ഡ്രൈനെസ് കൂടുതലാണ്. അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് നദ ഓർഗാനിക്സിന്റെ ടോണർ കം മോയ്സ്ചറൈസർ. ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നത് തന്നെയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ റോസ് വാട്ടറും ഗ്ലിസറിനും അതുകൂടാതെ തന്നെ വൈറ്റമിൻ ഓയിൽസും എസെൻഷ്യൽ ഓയിൽസും ആണ് ഇതിലെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് റോസ് വാട്ടറിനും ഗ്ലിസറിനും പുറമെ വൈറ്റമിൻ ഓയിൽസും എസെൻഷ്യൽ ഓയിൽസും കൂടി ഉണ്ട്. അപ്പൊ ഇത് ഞാൻ മക്കൾക്ക് വേണ്ടി മെയിനായിട്ട് മോന് വേണ്ടി വാങ്ങിയതാണ്. അവന്റെ സ്കിന്നും എന്റെ സ്കിന്നും പോലെ കുറച്ച് ഡ്രൈ ആണ്. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും യൂസ് ചെയ്യാം. അപ്പൊ അവർക്ക് രാത്രി കുളി കഴിഞ്ഞ് വരുമ്പോ ചെറിയൊരു നനവോട് കൂടി കയ്യിലും കാലിലും ഒക്കെ ഞാനിത് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ രണ്ട് പ്രൊഡക്ട്സും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് കുട്ടികൾ മാത്രം ഉപയോഗിക്കാവുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യണതാണ് ഈ രണ്ട് സംഭവം. പിന്നെ അടുത്ത ഒരു മോയ്സ്ചറൈസിംഗ് എന്ന് പറയുന്നത് ഋതുവിന്റെ തന്നെ വെർജിൻ കൊക്കോ ബട്ടർ. ഇത് ഞാനിപ്പോ ഇതിന്റെ ഒരു സാമ്പിൾ ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ ഇത് വാങ്ങിയത്. അപ്പൊ ഇതും ഇനിയിപ്പോ അങ്ങോട്ട് ഡിസംബർ ആണ് വരുന്നത്. ഭയങ്കര ഡ്രൈ ആവുന്ന ഒരു സമയം. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇവിടെയാണെങ്കിൽ എനിക്ക് എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. അപ്പൊ അതുകൊണ്ട് ഇതൊരു എക്സ്ട്രാ മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ്. ഇതിന്റെ സാമ്പിൾ ഞാൻ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കായാലും ഇപ്പൊ മക്കൾക്ക് മോനായാലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റാണ് ഇത്. ഇതിലാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലും കൊക്കോ ബട്ടറും അതുപോലെ തന്നെ മാംഗോ ബട്ടർ, പാഷൻ ഫ്രൂട്ട് ഓയിൽ, ഗ്ലിസറിൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ബീസ് വാക്സ്, ഇതൊക്കെയാണ് ഇതിന്റെ അകത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിനും ഒരു നല്ലൊരു സ്മെല്ലാണ്. ഇതുപോലെ ഒരു ക്രീമാണ് ഈ സംഭവം. അപ്പൊ ഇത് ഞാൻ ഈ ഡിസംബർ മാസം മനസ്സിൽ കണ്ട് വാങ്ങിച്ചേക്കണ ഒരു സംഭവമാണ്. കാരണം അപ്പൊ ഭയങ്കരമായിട്ട് സ്കിന്ന് ഡ്രൈ ആവുമ്പോ നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ സ്കിന്ന് ചൊറിയാനും വലിയാനും ഒക്കെ തുടങ്ങും. അപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചാണ്. എനിക്ക് മക്കൾക്കും യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെയുള്ളത് ലിപ് ബാം ആണ്. ഈ ഡ്രൈ സ്കിന്ന് ഡ്രൈ ആവണുണ്ട്. അപ്പൊ നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് അത് പൊട്ടും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് ഋതുവിന്റെ തന്നെ മഞ്ചിഷ്ട ലിപ് ബാം ആണ്. അപ്പൊ ഒരു ഹെർബൽ ലിപ് ബാം ആണ്. ഈ പ്രൊഡക്ട്സ് ഒക്കെ ഹെർബൽ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ക്യൂബിജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കണ്ടപ്പോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നതാണ്. അതിന് മുൻപ് വരെ വേറെ ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്യാറ്. അപ്പൊ ഇത് ലിപ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി കവറേജ് കിട്ടുന്ന ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇതിപ്പോ കുറെ നാളെ യൂസ് ചെയ്യണം, എന്നിട്ട് കഴിഞ്ഞിട്ടില്ല. അതിപ്പോ കാണാനൊന്നും ഉണ്ടാവില്ല. നന്നായി കവറേജ് കിട്ടും. നല്ലൊരു എന്താ പറയാ, ഒരു ഗീയുടെ ഒക്കെ ഒരു ആ ഒരു കൺസിസ്റ്റൻസി അല്ല, നമുക്ക് അതുപോലെയൊക്കെ ഫീൽ ചെയ്യും നമ്മൾ ഇട്ട് കഴിയുമ്പോ. അപ്പൊ നല്ലൊരു ലിപ് ബാം ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചു നേരം നമുക്ക് ഇതിന്റെ എഫക്ട് കുറച്ചധികം നേരമൊക്കെ നമുക്ക് നിൽക്കുകയും ചെയ്യും. അതുപോലെ നല്ല കവറേജ് ഉണ്ട്. എന്നാൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ തീർന്നു പോവില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പുളിയമ്പറ്റ വൈദ്യശാലയുടെ 2 ചാപ്സ്റ്റിക് ആണ് ഇത്. ചാപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് അല്ല, നമ്മുടെ ഈ ലിപ് ബാമിന്റെ തന്നെ ഒരു സ്റ്റിക്ക് ഫോം. ഇതൊരു മഞ്ചിഷ്ട ചാപ്സ്റ്റിക് ആണ്. യൂസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ വിരലിലും കയ്യിലും ഒന്നും ആക്കാതെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഒരു റെഡ് ലിപ് ബാം ആണ്. ഇത് ടിൻഡഡ് ചാപ്സ്റ്റിക് ആണ്. ഇതൊരു റെഡ് ഷെയ്ഡാണ്. പിന്നെ ഒരു മെറൂണും കൂടി ഉണ്ട് എന്റെ കയ്യില്. അപ്പൊ ഇങ്ങനെ ഒരു ചാപ്സ്റ്റിക്, ഇതും ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ലിപ്സ്റ്റിക്കിന് പകരം നമുക്ക് ഈ ചാപ്സ്റ്റിക് ഉപയോഗിച്ചാൽ ടിൻഡഡ് ആയിട്ടിരിക്കും. ഈ മഞ്ചിഷ്ട ചാപ്സ്റ്റിക്കിന് കളറൊന്നും ഇല്ല കേട്ടോ, ന്യൂഡാണ്. ഈ റെഡ് ആവുമ്പോൾ കുറച്ചൊരു റെഡ് ഷെയ്ഡ് വരും. അപ്പൊ നമുക്ക് ലിപ് ബാമിന്റെയും ലിപ്സ്റ്റിക്കിന്റെയും എഫക്റ്റ് ഒരെണ്ണത്തിലാണ് ഇത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള. ഇതിപ്പോ നമ്മൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ്. ഇപ്പൊ മോയ്സ്ചറൈസർ ആണെങ്കിലും ലിപ് ബാം ആണെങ്കിലും. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ സ്ഥിരം വെയിലത്ത് പോയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻ ഒഴിവാക്കരുത്, പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സമയത്ത്. ഞാനിപ്പോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ കയ്യിൽ ഇപ്പൊ കറന്റ് ഒന്നുമില്ല. ഞാനിപ്പോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യണില്ല. പിന്നെ നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഭയങ്കര ടാൻ അടിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ഫേസ് പാക്ക് ഇടണം എന്ന് തോന്നും.
അപ്പൊ നമ്മൾ മഞ്ഞൾ, തൈര് അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ തപ്പി പിടിച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇടാറുണ്ട്. അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഋതു മഡ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഋതുവിന്റെ പ്രൊഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഋതുവിന്റെ ചില പ്രൊഡക്ട്സ് വാങ്ങി പിന്നെ ഒരു ഗിവ് അവേലൊക്കെ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോ സംഭവം കിടുവാണ്. അപ്പൊ പിന്നെ അത് യൂസ് ചെയ്തു. ഇത്ര വലിയൊരു ബോട്ടിലായിരുന്നു, ഇതിൽ തന്നെ ഇത്രേ ബാക്കിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാൻ പൊതുവെ ഫേസ് പാക്ക് ഒക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ രക്തചന്ദനത്തിന്റെ ഒക്കെ പൗഡർ വാങ്ങിച്ചാൽ അവിടെ ഇരുന്ന് അങ്ങനെ പോവുക ചെയ്യാറ്. പക്ഷെ ഇതിനും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പൊ ഇത് പക്ഷെ ഞാൻ സ്ഥിരം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫേസ് പാക്ക് ഇട്ട് നമ്മൾ അങ്ങനെ വെളുത്തിട്ട് പാറും അങ്ങനെ ഒരാളും വിചാരിക്കരുത്. അങ്ങനെ വെളുത്തിട്ട് പാറൊന്നുമില്ല. ഇപ്പൊ എന്റെ കളർ ഇതാണ്. അപ്പൊ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോ നമ്മുടെ മേലൊക്കെ ടാൻ അടിക്കും. അപ്പൊ വന്നിട്ട് ഈ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്ന് സ്കിൻ ബ്രൈറ്റൻ ആവും. നമ്മുടെ പഴയ ആ ഒരു ടാൻ ഇല്ലാത്ത ഒരു രൂപത്തിലേക്ക് മാറും. അതല്ലാതെ ഇത് ഇട്ടാൽ ഇങ്ങനെ ഇരിക്കണ ഞാൻ ഒരു മീഡിയം ഒരു എന്താ പറയുക സ്കിൻ ടോണുള്ള ഞാൻ അപ്പൊ ഫെയർ ആവും അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ ഫെയർ ആവും അങ്ങനെയൊന്നുമില്ല. ഈ കാണിച്ച ഒരു പ്രൊഡക്ട്സും ഫെയർ ആവാനുള്ള പ്രൊഡക്ട്സ് അല്ല, നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് 3 രീതിയിൽ ഉപയോഗിച്ചാൽ 3 എഫക്റ്റ് ആണ് വരിക. നമുക്കിത് ചുമ്മാ മറ്റേ നമ്മുടെ വാം വാട്ടറിൽ ലൂപ്പ് വാം വാട്ടറിൽ യൂസ് ചെയ്യാം. അപ്പൊ അത് മൊത്തത്തിൽ നമ്മളുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കാനും ഒരു ഓൾ പർപ്പസ് എഫക്റ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്കിത് ലെമൺ ജ്യൂസ് വെച്ചിട്ട് ലെമൺ ജ്യൂസിൽ മിക്സ് ചെയ്തിട്ടിടാം. അപ്പൊ നമ്മൾ ഈ ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ ആക്നിയുടെ ആ ഒരു ഇതൊന്ന് കുറയ്ക്കാനും നമ്മുടെ സ്കിൻ ലൈറ്റൻ ആവാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് തൈരും അതുപോലെ തന്നെ ഒരു ചെറു ചൂടുകളൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇടാം. അപ്പൊ ഒരു ഗ്ലോയിങ് എഫക്ട് കിട്ടും. അതുപോലെ നമുക്ക് ഫ്രൂട്ട് ജ്യൂസുകളിൽ നമ്മുടെ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ നാരങ്ങന്റെ നീരാണോ ഓറഞ്ചിന്റെ നീരാണോ അല്ലെങ്കിൽ തണ്ണിമത്ത, ഞാൻ പപ്പായ ഞാൻ കിട്ടിയതൊക്കെ വെച്ചത് പരീക്ഷിക്കാറുണ്ട്. അതുപോലെ തേൻ മിക്സ് ചെയ്തിടും. തേൻ മിക്സ് ചെയ്തിടുമ്പോൾ ഇത്തിരി ഡ്രൈനസ് കുറയും. അപ്പൊ ഇതൊന്ന് മുഖത്തിട്ടിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉണങ്ങുമ്പോൾ ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഫേസ് പാക്ക് ഇത് മാത്രമാണ്. പിന്നെ ഒന്നാണ് നമ്മളുടെ ഫേസ് വാഷ്. അപ്പോ ഇതൊരു സ്ക്രബ് ജെല്ലായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫേസ് വാഷ് ആയിട്ട് സ്ക്രബ് ജെല്ലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ്. അപ്പൊ നമുക്കറിയാലോ, നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ക്ലെൻസിങ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ്, അതുപോലെ സ്കിൻ ടോണിങ്, അതുപോലെ നമ്മുടെ സൺസ്ക്രീൻ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ക്ലെൻസർ, അതായത് ഫേസ് വാഷ് അഥവാ സ്ക്രബ് ജെല്ലൊക്കെയാണ്. ഇതിന്റെ കൺസിസ്റ്റൻസി ഇതൊരു ജെല്ലാണ്. നമ്മുടെ ഫേസ് ഒന്ന് നനച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ക്ലീൻ ചെയ്ത് കളയുക. അതുമല്ലാതെ ജസ്റ്റ് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്യുക, എന്നിട്ട് അങ്ങനെ ലീവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ് ജെല്ല് ഫേസ് വാഷ് ആയിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. അതാണ് ഇത്. ഇത് ഉമ്മച്ചീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു അലോവേര സ്ക്രബ് ജെല്ലാണ് കേട്ടോ. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ കുറെ അധികം പ്രൊഡക്ട്സ് ഒന്നും ഇല്ല, ഇത്രയും വളരെ കുറച്ച് പ്രൊഡക്ട്സ് ഉള്ളൂ. അതിപ്പോ എല്ലാ ദിവസവും ഞാൻ ഫേസ് വാഷ് ചെയ്യാറില്ല. പക്ഷെ എല്ലാ ദിവസവും ഫേസ് വാഷ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും ഫേസ് വാഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ സ്ഥിരം ഈ പൊടിയും വെയിലും ഒക്കെ കൊണ്ട് ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ ഒരു ഫേസ് വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ചളിയും അഴുക്കും ഒക്കെ ഒന്ന് പോകും. അതുപോലെ ഒരു സ്കിൻ ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോൾസ് ഒക്കെ ടൈറ്റ് ആയിരിക്കാനും സ്കിൻ ടൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടോണറൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോ അത് കുഞ്ഞുങ്ങൾക്കാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ, നമ്മൾ ഇപ്പിനി വരാൻ പോകുന്ന കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന കാലാവസ്ഥയാണ് വിന്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് മോയ്സ്ചറൈസറും ലിപ് ബാമും ഒക്കെ എന്തായാലും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അപ്പൊ സ്കിന്നിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഒരു മോയ്സ്ചറൈസറോ ലിപ് ബാമോ ഒന്നും ഇല്ലാതെ പറ്റില്ല. അതുപോലെ ഞാൻ ഈ പറഞ്ഞ റോസ് വാട്ടർ ഗ്ലിസറിനും സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കുമ്പോൾ ചെറുതിലെ തുടങ്ങി യൂസ് ചെയ്യണതാണ്. ഒരു 12-13 വയസ്സ് തുടങ്ങി ഒക്കെ യൂസ് ചെയ്യണതാണ്. അപ്പൊ അതെനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ ഇത്രയൊക്കെയാണ് ഞാനും ഇവിടെ കുഞ്ഞുങ്ങളും യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും എങ്ങനെ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ചർമ്മം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മേക്കപ്പ് ആണ് അല്ലെങ്കിൽ ബ്യൂട്ടി കെയർ ആണ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് അയ്യോ ഇനി ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് യൂസ് ചെയ്യുക, നമ്മുടെ ശരീരം നോക്കുക, നമ്മുടെ സ്കിന്ന് നോക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരാളുടെ മുമ്പിൽ കാണുമ്പോൾ ഈ സ്കിന്നൊക്കെ ഇവിടെ ഡ്രൈ ആയി ഇങ്ങനെ പാച്ചസ്, ചെവിയുടെ ഇവിടെയൊക്കെ ചിലർക്ക് കാണും, പാച്ചസ് പോലെ കാണുക. അങ്ങനെയൊക്കെ കാണുമ്പോൾ മറ്റൊരാൾ നമ്മളെ കാണുമ്പോൾ അതൊട്ടും എന്താ പറയാ ഒരു ഭംഗിയില്ലാത്ത പോലെ, അല്ലെങ്കിൽ അവരിങ്ങനെ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കണ പോലെ. അപ്പൊ അതുണ്ടാവും. ഇത് മാത്രമല്ല, സ്കിന്ന് വല്ലാണ്ട് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിനും പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നന്നായി വെള്ളം കുടിച്ചിട്ട് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. അതുപോലെ നമ്മുടെ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക.
അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക, പ്രോട്ടീൻസ് ഉള്ള ഫുഡ് കഴിക്കുക, നല്ല ഉറക്കം, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള സംഭവങ്ങളാണ്. നട്ട്സ് കഴിക്കുക, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒപ്പം നമ്മൾ കുറച്ചും കൂടെ കെയർ നമ്മുടെ സ്കിന്നിന് കൊടുത്താൽ സ്കിന്ന് കുറച്ച് ഭംഗിയായിട്ടും നമുക്ക് കുറച്ച് ശരീരത്തിന് കുറച്ച് സുഖമായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ വീഡിയോ. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.